ഏത് വീഡിയോ ഇട്ടാലും നമുക്ക് ഒരു ട്രോൾ എന്നൊരു ഓപ്ഷൻ. കാരണം അവർ തനി മേടിക്കണല്ലോ. നീ ചെയ്തതിന്റെ അത്ര തെറ്റില്ല, എന്റെ സഹോദരി ചെയ്തെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കമ്പാരിസൺ വരുന്നുണ്ട്. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ആ സിറ്റുവേഷനിൽ എനിക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് അങ്ങനെ ആയി പോയിട്ടുള്ളതാ. എന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാങ്ങിയിട്ടുണ്ട്. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടിയാ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട്. അല്ലാതെ വീട്ടുകാരെല്ലാം ഉറപ്പിച്ച കല്യാണത്തിൽ നിന്ന് പൊട്ടിച്ചാടി ഒന്നിനു വേണ്ടി ഇറങ്ങിയിട്ടുള്ളതല്ല ഞാൻ. അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. ഞാൻ ഒരിക്കലും അവളോട് ഇറങ്ങി പോവാനോ ആരും കല്യാണം മുടക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. അല്ലാതെ ചോദിക്കട്ടെ, നീ എന്തിനാണ് ഒരാളുടെ 2 വർഷം മുൻപുള്ള പേഴ്സണൽ ചാറ്റ് പബ്ലിക്കിന്റെ മുന്നിൽ എറിഞ്ഞു കൊടുത്തത്? അത് ഒരാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത അല്ലേ? നീ ആരെയും ദ്രോഹിച്ചിട്ടില്ല എന്ന് നീയും പറയാൻ ഉളുപ്പില്ലേ? ഉളുപ്പുണ്ടോ? ഞാൻ ഈ കമന്റ് ഇന്നാളുടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ഒരാളെ ചിന്തിക്കണേലേ, അത് എന്റെ കുറ്റല്ല. അടിപൊളി. ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഞാൻ പറയുന്നില്ല ആ വ്യക്തിയുടെ കമന്റ് ആണ്, ആ വ്യക്തിയുടെ ചാറ്റാണ്. നിങ്ങൾ ആരെ ചിന്തിച്ചത് എന്റെ കുറ്റല്ല. ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? ഇനി എന്റെ ചാറ്റ് ഉണ്ട്, അത് ആദ്യം എന്ന് ഞാൻ പറയുന്നില്ല. പറയുന്നേ ഞാൻ ആരോടും പറയില്ല. ഞാൻ എന്റെ കുടുംബത്തെ ദ്രോഹിക്കുന്നു, എന്നെ കുറിച്ച് മോശമായി പറഞ്ഞുകൊണ്ട് മാത്രം അതിന്നാണെന്ന് പറയുന്നില്ല. ഇത് പണ്ട് ശിവന്റെ മുടിവെട്ടാമെന്ന ബാർബറെ കഴുത്തിൽ കിടന്ന് പാമ്പ് കടിച്ചോടിച്ച പോലെ ആയല്ല. ആരും മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങളാണ് ഓരോരുത്തരെ പേര് ചേർത്തിട്ട് നിങ്ങളുടെ രീതിയിൽ അത് വളച്ചോടിക്കുന്നത്. ഒരു കുടുംബത്തിൽ ഒന്നും ഇങ്ങനെയാവാം. എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലെ ആയി പോയത്? വളരെ വളരെ മോശമായി പോയി. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയോട് ചെയ്യുന്ന ദ്രോഹം പോലത്തെ പരിപാടിയാണ്. ആ കുട്ടിയും ജീവിക്കട്ടെ. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ?